അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നൗഫലാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സിം ഏതാണ് നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗവൺമെൻറ് ക്വാർട്ടറിൽ വന്നിട്ടുള്ള ഹാജിമാർ താമസിക്കുന്നതിൻ്റെ പരിസരത്ത് തന്നെ ഓരോ സ്ട്രീറ്റിലും ഇതിൻ്റെ സ്റ്റാളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സിം ഏതാണെന്നുള്ളത് നല്ലത് നോക്കിയിട്ട് വേണം എടുക്കാൻ. നിങ്ങൾക്ക് പരിചയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ആരെങ്കിലുമൊക്കെ വളണ്ടിയേഴ്സ് ഉണ്ടാവും, അവരോടൊക്കെ ഒന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കട്ടോ. കാരണം എന്ന് വെച്ചാൽ ചില സിമ്മുകളൊക്കെ ചിലപ്പം നിങ്ങൾ എടുത്ത് ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് കട്ടായി പോകും. പിന്നെ നമ്മൾ ആരോടാ പറയുക? അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ പ്രശ്നം ലാംഗ്വേജ് അറിയാത്ത പ്രശ്നങ്ങളായിരിക്കും. ഈ വിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അറബി സംസാരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതൊന്നും സംസാരിക്കാൻ അറിയാത്തവർ ഇതിൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നല്ല സിം ഏതാണെന്നുള്ള അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ എടുക്കട്ടോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ സൗദി അറേബ്യയിൽ STC, മൊബൈലി, സെയിൻ ഇങ്ങനെ 3 സിമ്മുകൾ പ്രധാനപ്പെട്ട സിമ്മുകളാണ്. ബാക്കി ഒരുപാട് സിമ്മുകളും അവൈലബിൾ ആണ്. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു സിമ്മിൻ്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായി എവിടെയെങ്കിലും കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിമ്മ് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗപ്പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ആ ഒരു സിമ്മിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകളെ നമ്പറുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇവിടെ സൗദി അറേബ്യയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറും സേവ് ചെയ്ത് വെക്കുക. എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് മൊബൈൽ അധികം ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ നമ്പറാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നമ്പർ ഇവിടെ ഉള്ളത് അവരുടെ നമ്പറിലേക്ക് ഒരു മിസ് കോൾ അടിച്ചു വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്പർ തിരഞ്ഞു പോകേണ്ട ആവശ്യം വരില്ല. നമ്മൾ കോൾ ചെയ്ത് ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ആദ്യത്തെ നമ്പറായിട്ട് ഡയൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കാം. ഇവിടെ പ്രധാനപ്പെട്ട സിമ്മുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഹജ്ജിൻ്റെ സമയത്ത് അവൈലബിൾ ആകുന്ന സിമ്മുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിമ്മിലേക്ക് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് റീചാർജ് ചെയ്യാം, ഏത് നമ്പർ ഉപയോഗിച്ചിട്ടാണെന്നും ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള നമ്പർ ഏതാണെന്നും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏത് സിമ്മാണ് എടുക്കുന്ന ആ സിമ്മിൻ്റെ കസ്റ്റമർ കെയർ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. സിം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല അറിയുന്ന ഏതെങ്കിലും ആളുകളെ കൊണ്ട് കൂടെ കൂട്ടിയിട്ട് സിം എടുക്കുക. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സിം ആണെന്നുണ്ടെങ്കിലും നല്ല ഓഫറുകൾ നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വളണ്ടിയറിനെ സമീപിച്ചിട്ട് അവരോട് ഒരു സഹായം തേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പം പലരും ഇവിടെ ഇറങ്ങിയത് മുതൽ സിമ്മിൻ്റെ കാര്യങ്ങളും ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു ലൈഫിൽ. പ്രത്യേകിച്ച് ഇവിടെ ഹജ്ജിന് വേണ്ടി വന്ന സമയത്തും ഇത് ഒരു ലൊക്കേഷൻ നോക്കണമെന്നുണ്ടെങ്കിലും അറിയുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ലൊക്കേഷൻ നോക്കണമെന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇതില്ലാത്തൊരവസ്ഥയിൽ ബുദ്ധിമുട്ടേണ്ട സാഹചര്യം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത് വെച്ചാൽ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം കഴിയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഹജ്ജിന് വന്നിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാം. സിം എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇൻ്റർനെറ്റ് ഏതെങ്കിലും ചെറിയ രീതിയിലൊരു പാക്കേജെങ്കിലും എടുത്ത് വെക്കണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഹറമിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്തോ നിങ്ങൾക്ക് അത് മാത്രമാണ് ചിലപ്പോൾ ഉപകാരപ്പെടാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ KMCCയുടെയും അതുപോലെ തന്നെ RSCയുടെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ നമ്പറുകൾ, നിങ്ങൾക്ക് ലൊക്കേഷനുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫോൺ നമ്പറുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബസ് റൂട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉണ്ട്. അത് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ആ ഒരു ലിങ്കിൻ്റെ കാര്യം അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിനകം ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളത് ഉപയോഗിക്കുക. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോണിൽ എടുത്തു വെക്കണം. കാരണം പ്രധാനപ്പെട്ടുള്ള സഹായമാകുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ബാക്കിയുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വരുന്ന അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ പുതിയ കാഴ്ചകളും കാര്യങ്ങളും ന്യൂസുകളൊക്കെ നമുക്ക് ഈ ഒരു ചാനലിലൂടെ അറിയാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.